ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SMKL04 വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശില്പ സനൽ. നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ക്യാരമൽ സേമിയ പായസമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണണ്ടേ? ഓണമൊക്കെയല്ലേ വരുന്നത്, അപ്പം നമുക്കും ഇതുപോലെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് ഞാൻ ഈ പായസം പ്രിപ്പയർ ചെയ്തതെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് പോയാലോ വീഡിയോയിലേക്ക്. നമ്മളിവിടെ പായസം ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന സേമിയ വറക്കാത്ത നല്ല നീളമുള്ള സേമിയാണ് എടുത്തിരിക്കുന്നത്. വറക്കാത്ത സേമിയ പൊടിച്ചത് കിട്ടും, അതാണേലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇങ്ങനത്തെ നീളമുള്ള ഇതാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നമുക്കൊന്ന് ഒടിച്ചിട്ടെടുക്കണം. വറുത്ത സേമിയ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ വറുത്തതിനേക്കാളും നല്ലത് വറക്കാത്ത സേമിയ വെച്ച് നമ്മൾ നെയ്യിൽ വറുത്തെടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ്. അപ്പോൾ നമുക്കിതൊന്ന് ഇങ്ങനെ ഒടിച്ചിട്ട് ചെറുതാക്കി കൊടുക്കാം. ഇതെല്ലാം ഇങ്ങനെ ചെറുതാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ച് ഒന്നുകൂടെ ഒന്ന് ഞെരടി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് നല്ല മിക്സ്ചർ പരുവത്തിൽ ആ ഒരു അളവിന് കിട്ടും. ഇനി ഇതെല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഒരു പാൻ എടുത്ത് അടുപ്പിലേക്ക് വെക്കാം. പാൻ നന്നായി ചൂടായിട്ട് വരുമ്പം അതിലേക്കൊരു 3 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് മെൽറ്റായിട്ട് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കാഷ്യൂ ഇട്ടൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് മെൽറ്റായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 10 കാഷ്യൂ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇപ്പോൾ കാഷ്യൂ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇനി ഈ നെയ്യിലേക്ക് നമുക്ക് റൈസിൻസും കൂടെ ആഡ് ചെയ്ത് അതും കൂടെ ഒന്ന് വറുത്ത് മാറ്റാം. അതൊരു 10 എണ്ണമാണ് എടുത്തേക്കുന്നത്. അതുകൂടെ നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റാവേ. ഇപ്പോൾ റൈസിൻസൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതും കൂടെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാവേ. ഇനി ഈ നെയ്യിലേക്ക് തന്നെ നമുക്ക് ഒടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന സേമിയയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സേമിയയുടെ കളർ മാറി വരുന്നിടം വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് നെയ്യിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ സേമിയ നന്നായിട്ട് കളറൊക്കെ മാറി നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തെടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നാലേ അതിൻ്റെ ചൂട് പെട്ടെന്ന് മാറത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ കളർ പിന്നെയും ഒന്നുകൂടെ ഡാർക്കായി പോകും. ഇനി ഞാനിവിടെ അടുപ്പത്തൊരു സ്റ്റീലിൻ്റെ ഉരുളി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്കൊരു 100 ഗ്രാം കൊടുക്കാം. ഇതിപ്പോൾ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. പഞ്ചസാര ഒന്ന് ചെറുതായിട്ടൊന്ന് നികത്തി കൊടുക്കാം. ഒത്തിരി അങ്ങ് നൈസായിട്ട് പരത്തി വെക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് നേരത്തി കൊടുത്താൽ മതി. നേരത്തി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അന്നേരം അതിൻ്റെ ചൂട് കൊണ്ട് കറക്റ്റ് നടുഭാഗത്ത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഓട്ടുരുളി ഉള്ളവരാണെങ്കിൽ ഓട്ടുരുളിയിൽ വെക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഓട്ടുരുളി ഇല്ല, അതുകൊണ്ട് നമ്മൾ സ്റ്റീലിൻ്റെ ഉരുളിയാണ് നമ്മളിവിടെ പായസം വെക്കാൻ ഉപയോഗിക്കുന്നത്. അന്നേരം അതിലേക്കാണ് നമ്മൾ പായസം ചെയ്യാറ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പാത്രം എടുത്തേക്കുന്നത്. ഇപ്പം നമ്മുടെ പഞ്ചസാര ശകലേശ് മെൽറ്റായി വരുന്നുണ്ട്. ഇപ്പം മെൽറ്റാകാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ബബിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പഞ്ചസാര അലുക്കാത്ത പഞ്ചസാരയൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അത് മെൽറ്റായിട്ട് കിട്ടിക്കോളും. ഇപ്പം നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 40 ഗ്രാം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിനായിട്ടാണ് നമ്മൾ ബട്ടർ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1.5 ലിറ്റർ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ ഞാനിത് എടുത്തേക്കുന്നത് തിളപ്പിക്കാത്ത നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കാരമൽ ഒന്ന് കട്ടിയാകും. അത് കുഴപ്പമില്ല. പാൽ തിളച്ച് വരുമ്പോഴത്തേനും അത് മെൽറ്റായിട്ട് വന്നോളൂ. നന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം നന്നായിട്ട് നമ്മുടെ കാരമലൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തൊട്ട് 1/4 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് നന്നായിട്ട് പാൽ തിളച്ച് വരണം. ഇപ്പം നമ്മുടെ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സേമിയയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സേമിയ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഈ ടൈമിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ നിങ്ങളുടെ പായസപ്രേമികളായിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഇപ്പം നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സേമിയ വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഞാനിവിടെ ഒരു കുപ്പി ഗ്ലാസ് അളവിലാണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചായ കുടിക്കുന്ന കുപ്പി ഗ്ലാസ്സിലെ അതിൻ്റെ അളവിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഏലക്കാപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ചെറുതായിട്ട് കുറുകി വരുമ്പോഴത്തേനും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന കാഷ്യൂവും റൈസിൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കൈവിടാതെ ഇളക്കി കൊടുക്കണം. നമ്മൾ ഇളക്കൊന്ന് നിർത്തി കഴിയുമ്പോഴത്തേന് ഇതുപോലെ പാട കെട്ടി വരും. അതുകൊണ്ടാണ് കൈവിടാതെ ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത്. പിന്നെ കൂടാതെ നമ്മൾ ഇളക്കാതിരിക്കുമ്പോഴത്തേനും പാൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൈവിടാതെ ഇളക്കണമെന്ന് പറയുന്നത്. നന്നായിട്ട് ഇളക്കി ഇങ്ങനെ കൊടുക്കുക. ഈ ടൈമിൽ നമുക്ക് മധുരം ഉണ്ടോ എന്ന് നോക്കിയിട്ട് മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മധുരം നോക്കിയിട്ട് കറക്റ്റായിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രം മധുരം നമ്മൾ ചേർത്ത് കൊടുക്കുക ഈ ടൈമിൽ. അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു 1 മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് ചുമ്മാ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. നമ്മുടെ പാത്രം നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും ചിലപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ചുമ്മാ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈസി ടേസ്റ്റി റെസിപ്പി ആയിട്ടുള്ള നമ്മുടെ കാരമൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാരമൽ സേമിയ പായസം എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കുക. പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓണത്തിന് എന്തായാലും ഏതെങ്കിലും ഒരു ദിവസം ഇതൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകും. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുതേ. അപ്പോൾ അടുത്തൊരു ടേസ്റ്റി അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.